Welcome back to Career Vein Updates. വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന SSLC പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിഷമം പോകുന്ന എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്ക് അനാമിച്ച് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും. അപ്പോൾ നേരത്തെ 2026 മാർച്ചിൽ നടന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന SSLC പരീക്ഷാ റിസൾട്ട് യാതൊരു തടസ്സവുമില്ലാതെ തന്നെ മറ്റന്നാൾ, അതായത് മെയ് 15 വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പരീക്ഷയാണ് SSLC പരീക്ഷ. അപ്പോൾ ഇനി പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇനി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കാം. കാരണം കേവലം ഒരു പരീക്ഷ അത് സ്വാഭാവികമാണ്. SSLC എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. കാരണം ആഫ്റ്റർ SSLC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകളാണ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുന്ന SSLC പരീക്ഷയ്ക്ക് ശേഷം ഡയറക്റ്റായിട്ടുള്ള ഒരു +1, അത് SSLC പരീക്ഷ കഴിഞ്ഞാൽ അത് റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ ഇന്നേ കോഴ്സ്, മാർക്കില്ല എങ്കിൽ ഇന്നേ കോഴ്സ്, അങ്ങനെ ഒരു കമ്പാരിസണാണ് പലപ്പോഴും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിലുള്ളത്. ആ ഒരു ചിന്ത വളരെ മാറ്റേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി SSLCക്ക് ശേഷം ഏതൊക്കെയാണ് നോർമലായിട്ടുള്ള +1 അഡ്മിഷൻ മാത്രമാണോ, ഇനി അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകളുണ്ടോ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻ തയ്യാറെടുക്കേണ്ട ഒരു ടൈമാണിത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, SSLC പരീക്ഷയ്ക്ക് ശേഷം സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന പോലെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഗവൺമെൻറ്, അതേപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകൾ, അതേപോലെ അൺഎയ്ഡഡ് സ്കൂളുകൾ. അപ്പോൾ സ്വാഭാവികമാണ് +1 അഡ്മിഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഓടി വരുന്നത് ഒന്നുകിൽ സയൻസ്, അല്ലെങ്കിൽ കൊമേഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്. അതേപോലെ തന്നെ എന്നാൽ മറ്റു പല കോഴ്സുകൾ, ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ SSLC കഴിഞ്ഞാൽ +1 അതേ സാധ്യതയുള്ള കോഴ്സുകളാണ് ITI കോഴ്സുകൾ, അതേപോലെ പോളിടെക്നിക്കൽ കോഴ്സുകൾ. ഇതൊക്കെ പലപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കിടയിൽ അറിയാതെ പോകുന്ന കോഴ്സുകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൃത്യമായിട്ട് പറയുവാനുള്ളത്, ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വളരെയധികം ടെൻഷൻ അടിക്കുന്ന കാര്യം അഡ്മിഷൻ ഓരോ ഘട്ടത്തിലും ഇൻഫർമേഷൻ അറിയാതെ പോകൽ. അത് കൃത്യമായിട്ട് അറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം നമ്മുടെ കരിയർ വെയിൻ കേരളയുടെ ഭാഗത്ത്, അതായത് കരിയർ വെയിൻ അക്കാഡമിയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് വളരെ ഓരോ സമയത്തെയും അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അലോട്ട്മെൻറ്റുകളും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ +1 നോർമലായിട്ടുള്ള സിംഗിൾ വിൻഡോ അഡ്മിഷൻ, അതിൽ തന്നെ അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അഡ്മിഷൻ അപേക്ഷാ രീതി എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി അതേപോലെ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള കമ്പാരിസൺ, അതായത് സയൻസ് തന്നെ എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത് ബയോളജി, സയൻസ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്. ഇനി കൊമേഴ്സിൽ വരികയാണെങ്കിൽ കൊമേഴ്സിൽ തന്നെ സബ്ജക്റ്റിൽ ചില മാറ്റമുള്ള കോഴ്സുകൾ. ഇനി ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് തന്നെ ജേർണലിസം, ഹ്യൂമാനിറ്റീസ്, അങ്ങനെ പല കോഴ്സുകളും ഈ ഒരു പല സ്കൂളിലും പല വ്യത്യസ്തമായ രീതിയിലുള്ള കോഴ്സുകളുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ITI എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ITI കോഴ്സുകൾ പലപ്പോഴും രക്ഷിതാക്കൾ അറിയാതെ പോകുന്ന കോഴ്സുകളാണ്. +1 എന്ന് പറയുന്ന കോഴ്സിൻ്റെ അതേ രീതിയിൽ തന്നെ ഒരു പ്രൊഫഷണലായിട്ടുള്ള കോഴ്സുകൾ, പ്രൊഫഷണലായിട്ടുള്ള സർട്ടിഫിക്കറ്റോട് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ് ITI കോഴ്സുകളും, അതേപോലെ പോളിടെക്നിക്കൽ കോഴ്സ്. പോളിടെക്നിക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ട മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള പല വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സ്കോപ്പുള്ള കോഴ്സുകൾ SSLCക്ക് ശേഷം 3 വർഷം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കോഴ്സുകൾ പോളിടെക്നിക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പോളിടെക്നിക് ITI കോഴ്സുകളൊക്കെ നമ്മൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ, ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കേരള PSC ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റോടുകൂടി ജസ്റ്റ് 2-3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരീക്ഷ ചെയ്തിട്ട് സർക്കാർ ജോലി നേടുവാൻ സാധിക്കുന്ന കോഴ്സുകളാണ് പോളിയും അതേപോലെ ITI ഒക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു സാഹചര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ +1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം ഇത് മാത്രമല്ല, അപ്പോൾ എല്ലാ കോഴ്സുകളിലും പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി രക്ഷിതാക്കളും അഡ്മിഷന് വേണ്ടി തയ്യാറെടുക്കുക. അപ്പോൾ നമ്മുടെ കരിയർ വെയിൻ കേരളയുടെ ഈ ഒരു ചാനലും അതേപോലെ തന്നെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾക്ക്, അത് ഈ വർഷം 2026 ഈ അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ കോഴ്സുകളെക്കുറിച്ചും, അത് ഓരോ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലെ ഇൻഫർമേഷനും, അതേപോലെ നമ്മുടെ ലൈവായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. 2 ലിങ്ക് ഉണ്ട്. ഒന്ന് നമ്മുടെ ഈ അക്കാഡമിക് ഇയറിൽ നിങ്ങളുടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ളതും, അതേപോലെ മറ്റു കോമൺ ആയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കാണ്. 2 ഗ്രൂപ്പിലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കൃത്യമായിട്ട് വിദ്യാർത്ഥികളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റന്നാൾ, അത് മെയ് 15 വെള്ളിയാഴ്ച റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ വളരെ കൃത്യമായ രീതിയിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ, ഈ പറയുന്ന യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ
ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു SLC റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ആഫ്റ്റർ SLC കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഡിസ്മിസ് ആവാതെ ശരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.